വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു യമ്മി വേൾഡ്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നമ്മൾക്ക് ഇവനെ ഒന്ന് പരീക്ഷിച്ചാലോ? എപ്പോഴും നമ്മൾ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് മാറ്റി പിടിച്ച് നോക്കാം അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളുടെ പേർ വെച്ചിട്ട്, അതായത് നമ്മളുടെ സബർജല്ലി വെച്ചിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സബർജല്ലിയാണ്, പിയറാണ്. 3 മീഡിയം സൈസ് പിയർ ചെറുതായി അരിഞ്ഞത്, ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ്. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 2 വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, അച്ചാറുപൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കായത്തിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, നല്ലെണ്ണ 4 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ വിനെഗറും, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. തിളപ്പിച്ച് ആറിയ വെള്ളം 1/4 ഗ്ലാസോളം വേണം. ഇനി ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതാ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ചൂടായ നല്ലെണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അച്ചാറുപൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിയർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും മസാലപ്പൊടികൾ എത്തണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അച്ചാറ് പൊടിയുടെയും കായത്തിൻ്റെ പൊടിയുടെയൊക്കെ. അയ്യോ എന്താ സ്മെല്ലെന്നറിയാമോ? നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുക്കാൽ ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. തിളക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇനി ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ബാക്കിയുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഉപ്പ് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? എന്താ സ്മെല്ല്! അടിപൊളി സ്മെല്ലുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ടെക്സ്ചറാണ്. അതുപോലെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, അപ്പാര ടേസ്റ്റാണ്. ഷുവറായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഓണത്തിന് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും ബെസ്റ്റ് അച്ചാറാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും ഞാനിത് പറയുന്നത്. ഇപ്പോൾ എന്താ വീട് ഫുൾ അച്ചാറിൻ്റെ സ്മെല്ലാണ് ഉണ്ടാക്കിയിട്ട്. എന്താ സ്മെല്ലെന്നറിയാമോ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷനും ബെല്ലൈക്കണും എനേബിൾ ചെയ്യാനും മറക്കരുത്.